കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മുനമ്പ് പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും ഭരണകൂടങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി ഈ പ്രശ്നത്തെ സമീപിക്കണമെന്നും കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല. മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കണ്ണൂർ രൂപത സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ നീതിജ്വാലയും പ്രാർത്ഥനാ സായാഹ്നവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. മുനമ്പത്തേത് ഏതെങ്കിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയാണ് മുനമ്പത്തെ ജനങ്ങളുടെ സമരമെന്നും രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പറഞ്ഞു. ഗാന്ധി സർക്കിളിൽ നടന്ന പ്രതിഷേധ ജ്വാലയ്ക്ക് KLCA കണ്ണൂർ രൂപത പ്രസിഡന്റ് ഗോൺസൺ ഡിക്രൂസ് അധ്യക്ഷത വഹിച്ചു. മുനമ്പത്ത് നടക്കുന്നത് അന്യായമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ. നിയമക്കുരുക്കിലൂടെ മുനമ്പം ജനതയെ എന്നും ആശങ്കയിലും അനിശ്ചിതത്വത്തിലും നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ. മുനമ്പം സമരം അധികം നീട്ടിക്കൊണ്ടുപോകുവാൻ ഇടയാക്കാതെ എത്രയും വേഗം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അധികാരികൾ കാണണമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. പരാമർശം മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കവേ. കോട്ടയം വിമലഗിരി പാസ്റ്ററൽ സെന്ററിൽ ചേർന്ന വിജയപുരം രൂപതയിലെ സന്യസ്തരുടെ സംഗമം മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധ പ്രമേയം പാസാക്കി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. വിജയപുരം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കതേശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ച സംഗമം ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. വിജയപുരം രൂപത സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചെമ്പന്തൊട്ടി സെയിന്റ് ജോർജ് പള്ളിയിൽ നടന്ന വിശുദ്ധ വസ്തുക്കളുടെ അവഹേളനത്തിന് പരിഹാരം ചെയ്ത് വിശ്വാസികൾ. ദിവ്യകാരുണ്യ കൂട്ടായ്മയുടെയും ഫാദർ ക്ലിന്റ് MCBSന്റെയും സഹവൈദികരുടെയും നേതൃത്വത്തിൽ വചനപ്രഘോഷണവും ഭക്തിപൂർവ്വമുള്ള ഊറാറ ചുംബനവും നവംബർ 18 വൈകിട്ട് കുരിശുപള്ളിക്ക് സമീപം നടത്തപ്പെട്ടു. വിശുദ്ധ വസ്ത്രം അവഹേളിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യം തന്നെയാണ് അവഹേളിക്കപ്പെട്ടതെന്നും സംഭവിച്ച വലിയ ദൈവനിന്ദയ്ക്ക് പരിഹാരം ചെയ്യുവാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നതെന്നും ഫാദർ ക്ലിന്റ് MCBS പറഞ്ഞു. പൂതാളിമലയിൽ സ്ഥിതി ചെയ്യുന്ന കുരിശടിയിൽ സ്ഥാപിച്ചിരുന്ന സോളാർ ലൈറ്റുകൾ വീണ്ടും നശിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സമൂഹം. ഇടുക്കി രൂപതയിലെ പാറത്തോട് സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കുരിശടിയിലെ ലൈറ്റുകളാണ് സാമൂഹിക വിരുദ്ധർ അടിക്കടി നശിപ്പിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് ഇടവക സമൂഹം പാറത്തോട് ടൗണിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി. തലശ്ശേരി അതിരൂപതയിലെ വിയാനി നിധി ഉപകാരികളുടെ സംഗമം സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ടു. വിയാനി നിധി സ്ഥാപകൻ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലബാറിന്റെ മണ്ണിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കേണ്ടത് ദൈവജനത്തിന്റെ ആവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരുപാട് സുമനസ്സുകൾ വിയാനി നിധിയിൽ അകമഴിഞ്ഞ് സഹായം ചെയ്യുന്നുണ്ടെന്നും ഇത് അതിരൂപതയുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. എല്ലാ സുമനസ്സുകൾക്കും പ്രത്യേകം നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നതായും പിതാവ് കൂട്ടിച്ചേർത്തു. തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ ബാനറിൽ പാടും പാതിരി റെവറൻഡ് ഡോക്ടർ പോൾ പൂവത്തെങ്കിലും 3 തവണ ഗ്രാമി അവാർഡിൽ പങ്കാളിയായ വയലിൻ വാദകൻ മനോജ് ജോർജും ചേർന്ന് സംഗീതം നൽകി KJ യേശുദാസും ഫാദർ പോളും 100 വൈദികരും 100 സന്യസ്തരും ചേർന്ന് ആലപിച്ച ആത്മീയ സംഗീത ആൽബം സർവേശ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്തു. വത്തിക്കാനിലെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംഗീത സംവിധായകരായ ഫാദർ പോൾ പൂവത്തെങ്കിലും മനോജ് ജോർജും ചേർന്ന് സമർപ്പിച്ച ഫലകത്തിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആദ്യമായാണ് ഇന്ത്യൻ സംഗീത ആൽബം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളിനോടനുബന്ധിച്ച് അരുവിത്തറ മാർ ഗീവർഗീസ് സഹദ ഫൊറോന പള്ളിയിൽ സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മയാചരണം സംഘടിപ്പിക്കുന്നു. തിരുനാൾ ദിനമായ നവംബർ 21 തലേന്ന് വൈകുന്നേരം 6 മണിക്ക് സായാഹ്ന നമസ്കാരവും ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ സന്ദേശങ്ങളും അടങ്ങുന്ന കൂട്ടായ്മ നടത്തപ്പെടും. സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപതയുടെ അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കും. കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുമുള്ള പ്രതിനിധികളും വിശ്വാസികളും പങ്കെടുക്കുന്ന ഓർമ്മയാചരണം 20 നൂറ്റാണ്ടിന് മുൻപുള്ള ഭാരതീയർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെയും 20 നൂറ്റാണ്ടിന് പൈതൃകമുള്ള ക്രിസ്ത്യാനികളുടെ ഭാരതത്തിലെ സാന്നിധ്യത്തിന്റെയും സ്വാധീനത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി മാറും.
കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്കുമായി സാമൂഹ്യ അവബോധ പഠന ശിബിരം നടത്തി. കിടങ്ങൂർ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗും കുട്ടിക്കാനം മരിയൻ കോളേജ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച സംയുക്ത പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു. KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി സാമൂഹിക അവബോധ ബോധവൽക്കരണ ക്ലാസും ഭിന്നശേഷിക്കാർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അന്ധബധിര വൈകല്യമുള്ള വ്യക്തികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർക്കായി ലഭ്യമാക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നടത്തി. ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ബസിലിക്ക തീർത്ഥാടന കേന്ദ്രത്തിലെ 99ാം പ്രതിഷ്ഠാ തിരുനാൾ 22 മുതൽ 25 വരെ ആഘോഷിക്കും. 1925 തൃശൂർ രൂപത മെത്രാനായിരുന്ന മാർ ഫ്രാൻസിസ് വാഴപ്പള്ളിയാണ് പുത്തൻപള്ളിയിൽ വ്യാകുല മാതാവിനെ പ്രതിഷ്ഠിച്ചത്. 21ാം തീയതി 6:30 P. ബാലചന്ദ്രൻ MLA ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 22ാം തീയതി വിശുദ്ധ കുർബാനയ്ക്കും നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നടക്കുന്ന കൂടുതുറക്കലിനും എഴുന്നള്ളിപ്പിനും അതിരൂപത സഹായമിത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനാകും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.